പ്രിലിംസ് 2025 എഴുതാൻ വേണ്ടി എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ 2 മണിക്കൂറിൽ ഫുൾ ലെങ്ത്തിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ മിസ്റ്റേക്കുകളെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. കാരണം നമ്മൾ ഏകദേശം 1.5 വർഷമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പഠനം അത് നമ്മളൊരു ഫുൾ ലെങ്ത് സ്കെയിലിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പ്രിലിംസ് 2025 വേണ്ടിയിട്ടുള്ള ലേണേഴ്സിന്റെ ടെസ്റ്റ് സീരീസ് ഈ മാസം ജാനുവരി 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 10 സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ, അതായത് പൊളിറ്റിയുടെ 2 ടെസ്റ്റ്, എക്കണോമിയുടെ 2 ടെസ്റ്റ് എന്നിങ്ങനെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ 10 എണ്ണം, സോ ദാറ്റ് പ്രിലിംസിന്റെ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 4 ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, എല്ലാ സബ്ജക്റ്റുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് 4 ടെസ്റ്റുകളും സി സാറ്റിന്റെ 6 ടെസ്റ്റുകളും ഉൾപ്പെടെ ടോട്ടൽ 20 ടെസ്റ്റുകളാണ്, 2 മണിക്കൂറുള്ള 20 ടെസ്റ്റുകളാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് നെക്സ്റ്റ് സൺഡേ, അതായത് ജാനുവരി 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഫീസ് 999 രൂപയാണ്. ബട്ട് ഈ ഒരു പീരീഡിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, ടെസ്റ്റ് സീരീസിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് 499 രൂപയ്ക്ക് 50% ഫീ റിഡക്ഷനിൽ 499 രൂപയ്ക്കാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ബട്ട് ഈ ടെസ്റ്റ് സീരീസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണം, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലേണേഴ്സിനെ 7306876902 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നമ്മൾ ലേണേഴ്സിന്റെ 300 ഡേയ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഷെഡ്യൂളിൽ തന്നെയാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമിയുടെ കൂടെ തന്നെ ജൂണിലെ കറണ്ട് അഫയേഴ്സ്, 2024 ജൂണിലെ കറണ്ട് അഫയേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 100 ചോദ്യങ്ങൾ 2 മണിക്കൂർ. UPSC പ്രിലിംസിന്റെ എക്സാക്ട് ടൈമിംഗ് ആയിട്ടുള്ള 9:30 AM to 11:30 AM എന്ന് പറയുന്ന 2 മണിക്കൂർ സ്ട്രെച്ചിലാണ് ഈ ഒരു എക്സാമും കണ്ടക്ട് ചെയ്യുക. ഓൺലൈൻ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. 19-ാം തീയതി സൺഡേ രാവിലെയാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് ടെസ്റ്റ് നെക്സ്റ്റ് സൺഡേ ആണ്. ഇന്ത്യൻ എക്കണോമി 2 കറണ്ട് അഫയേഴ്സ് ജൂലൈ മാസത്തിലെയാണ്. 26-ാം തീയതിയാണ് 9:30 to 11:30. 2 ടെസ്റ്റിന് ശേഷം അടുത്ത നെക്സ്റ്റ് സാറ്റർഡേയിലെ സി സാറ്റിന്റെ ടെസ്റ്റുകൾ സാറ്റർഡേ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 2:30 to 4:30 PM. എക്സാക്ട്ലി ഈ ഒരു ടൈമിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ഈ ഒരു 2:30 4:30 PM എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്കം വരുന്ന സമയം. സോ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾക്ക് എന്തൊക്കെയാണ് ഇഷ്യൂ, കാരണം 2 മണിക്കൂർ ഇരുന്ന് എക്സാം എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ചും സിവിൽ സർവീസ് എക്സാം പോലുള്ള ഒരു എക്സാം. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പോകേണ്ടി വരും. അതിനുശേഷം ആൻഷ്യന്റ് ഇന്ത്യയും മെഡീവൽ ഇന്ത്യയും ആർട്ട് ആൻഡ് കൾച്ചറും കമ്പൈൻ ചെയ്തുകൊണ്ട് ഫെബ്രുവരി 2 എക്സാം ഉണ്ട്. പിന്നെ മോഡേൺ ഇന്ത്യ അതുപോലെ തന്നെ സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് 9th ഫെബ്രുവരി. അങ്ങനെ ഇന്ത്യൻ പൊളിറ്റിയുടെ 2 എക്സാം, ജിയോഗ്രഫിയുടെ 2 എക്സാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയുടെ എക്സാം, സയൻസ് ആൻഡ് ടെക്നോളജി IR ചേർന്ന് ഇങ്ങനെ 10 സെക്ഷണൽ ടെസ്റ്റുകളാണ്. അതിൻ്റെ ഇടയിൽ 4 സി സാറ്റുകളുണ്ട്. പിന്നെ 4 ഫുൾ ലെങ്ത് ടെസ്റ്റുകളും ടോട്ടൽ 6 സി സാറ്റുകളുമായിട്ട് ടോട്ടൽ 20 ടെസ്റ്റുകളാണുള്ളത്. ലാസ്റ്റ് ടെസ്റ്റ് ഏപ്രിൽ മാസം 20-ാം തീയതി, അതായത് പ്രിലിംസിന് ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ടെസ്റ്റ് സീരീസ് എൻഡ് ചെയ്യുന്നതുമാണ്. ഇത് ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളത് അതാത് തീയതികളിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ബ്രീഫ് അല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ എക്കണോമി, നാഷണൽ ഇൻകം, അക്കൗണ്ടിംഗ്, പ്ലാനിംഗ് ഇൻ ഇന്ത്യ, നിതി ആയോഗ്, മണി ആൻഡ് ബാങ്കിംഗ് സെക്ടർ, ഇൻഫ്ലേഷൻ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, കറണ്ട് അഫയേഴ്സ് ജൂൺ 2024. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റിനായി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും നൽകിയിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂളിലൂടെ കടന്നു പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് എഴുതാൻ സ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുവാണ്. എപ്പോഴും ഓർത്ത് വെക്കുക, ടെസ്റ്റ് സീരീസ് വെറുതെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ ടെസ്റ്റ് സീരീസിൽ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ മിസ്റ്റേക്സുകളെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കത് വർത്തിയായി മാറുന്നതായിട്ടുള്ളത്. സോ ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലേണേഴ്സ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ടെസ്റ്റുകൾ എഴുതുമ്പോഴും നമ്മുടെ മിസ്റ്റേക്സിനെ കണ്ടെത്തിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യുക.